എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി പ്രീലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെയിൻ എക്സാമാണ് വരുന്നത്. അപ്പോൾ KGT യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു സെക്ഷനാണിത്. 40 മാർക്കിനാണ് ചോദ്യം വരുന്നത്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ഈ ഒരു സെക്ഷൻ 10th ലെവലിനും അതുപോലെ തന്നെ 12th ലെവലിനും മെയിൻ എക്സാമിന് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം രണ്ടിനും പാറ്റേൺ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ, അതായത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ 2 പാർട്സ് നമ്മൾ ക്വിക്ക് റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് വേർഡ് 2007ഉം മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2007 എന്നുള്ള ആ 2 സെക്ഷൻസാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു 2 സെക്ഷൻസും കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ ക്വിക്ക് റിവിഷനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാവും. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓപ്ഷൻസും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആൻസേഴ്സ് മാത്രം പറയുന്നു. ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷനും പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ യൂസ് ടു paste contents of a cell is dash. Options: option A Ctrl+V, option B Ctrl+C, option C Ctrl+X. ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+V ആണ്. അതായത് ഒരു സെല്ലിലെ കണ്ടൻസ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+V. അപ്പോൾ ഈ Ctrl+C എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Ctrl+C എന്ന് പറയുന്നത് ഒരു സെല്ലിലെ കണ്ടന്റിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ്. Ctrl+X എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിലെ കണ്ടൻസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ് ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ പ്ലേസ് ആൻഡ് അപ്ലൈ ദ കോപ്പീഡ് ഫോർമാറ്റ് ടു അനദർ പ്ലേസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കോപ്പി, ഓപ്ഷൻ ബി പേസ്റ്റ്, ഓപ്ഷൻ സി പേസ്റ്റ് സ്പെഷ്യൽ, ഓപ്ഷൻ ഡി ഫോർമാറ്റ് പെയിൻറ്റർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. അതായത് ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ആ ഒരു ഫീച്ചറാണ് നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെയോ ഫോർമാറ്റിംഗ് കോപ്പി ചെയ്ത് അത് നമുക്ക് ആവശ്യമുള്ള ഒരു സെല്ലിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, അനദർ പ്ലേസിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമാറ്റ് പെയിൻറ്റർ ഓപ്ഷൻ അവൈലബിൾ ഇൻ ദ ഡാഷ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഹോം ടാബ് ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, ഓപ്ഷൻ ബി ഹോം ടാബ് ഫോൺ ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഇൻസേർട്ട് ടാബ് ടേബിൾസ് ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹോം ടാബിലെ ക്ലിപ്ബോർഡ് ഗ്രൂപ്പാണ്. അതായത് ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഹോം ടാബിലെ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ഈ ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് 4 ആണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കട്ട്, കോപ്പി, പേസ്റ്റ്, പിന്നെ ഫോർമാറ്റ് പെയിൻറ്റർ ആണ്. 4 ഓപ്ഷൻസ് ആണ് ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. Next question, what is the maximum numbers of items including graphics can be pasted in a clipboard? Options: option A 10, option B 24, option C 35, option D 12. ആൻസർ ഓപ്ഷൻ ബി ആണ്, 24 ആണ്. അതായത് ഒരു ക്ലിപ്ബോർഡിൽ നമുക്ക് എത്ര ഐറ്റംസ് വരെ കോപ്പി ചെയ്തത് അല്ലെങ്കിൽ കട്ട് ചെയ്ത ഐറ്റംസ് എത്ര എണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 24 ആണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്ബോർഡിലാണ് നമ്മൾ കോപ്പി ചെയ്തതും അതുപോലെ തന്നെ കട്ട് ചെയ്തതും ആയിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ അതിൽ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. ഗ്രാഫിക്സ് ഉൾപ്പെടെ 24 ഐറ്റംസ് ആണ് ആ ഒരു ക്ലിപ്ബോർഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, മാക്സിമം. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്ബോർഡിൽ ആ ഒരു കോപ്പി ചെയ്തത് അല്ലെങ്കിൽ കട്ട് ചെയ്ത ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് യൂസ് ചെയ്യാനും കഴിയും. ആ ഒരു ക്ലിപ്ബോർഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. Next question, bold, italicize, underline, etc. are available in options: option A home tab clipboard group, option B
home tab, font group. Option C, insert tab, tables group. Option D, none of the above. Answer option B ആണ്, home tab, font group ആണ്. അതായത് ബോൾഡ്, ഇറ്റാലിസൈസ്, അണ്ടർലൈൻ ഇവയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദ ഡാഷ് ഇൻ എക്സൽ 2007 യു ക്യാൻ കൺട്രോൾ ദ പൊസിഷൻ ആൻഡ് ലേഔട്ട് ഓഫ് ടെക്സ്റ്റ് ഇൻ യുവർ വർക്ക്ഷീറ്റ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ഹോം ടാബ് ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, ഹോം ടാബ് ഫോണ്ട് ഗ്രൂപ്പ്. ഓപ്ഷൻ സി, ഇൻസേർട്ട് ടാബ് ടേബിൾസ് ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി, ഹോം ടാബ് അലൈൻമെൻറ്റ് ഗ്രൂപ്പാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹോം ടാബ് അലൈൻമെൻറ്റ് ഗ്രൂപ്പാണ്. അതായത് നമ്മൾ ഈ ഒരു എക്സൽ 2007 നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു വർക്ക്ഷീറ്റിൽ ടെക്സ്റ്റിൻ്റെ ലേഔട്ടും പൊസിഷൻസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഫീച്ചറാണ് ഹോം ടാബിലെ അലൈൻമെൻറ്റ് ഗ്രൂപ്പ്. അലൈൻമെൻറ്റ് ഗ്രൂപ്പിൽ ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഫീച്ചർ യൂസ് ടു ജോയിൻ ദ സെലക്റ്റഡ് സെൽ ടു ലാർജ് സെൽ ആൻഡ് സെൻറ്റർ ദ കണ്ടൻസ് in the new cell. Options: option A, merge. Option B, center. Option C, merge and center. Option D, add new cell. Answer option C ആണ്, merge and center ആണ്. അതായത് merge and center എന്നുള്ള ഫീച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, മൾട്ടിപ്പിൾ നമ്മൾ ഒന്നിലധികം സെൽസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെൽസ്, ഇപ്പോൾ 2 സെൽസ് ആണെങ്കിൽ 2 സെൽസിനെ മെർജ് ചെയ്ത് ഒരു വലിയ സെല്ലാക്കുകയും പിന്നീട് നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു സെല്ലിൽ, ലാർജ് സെല്ലിൽ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റിനെ സെൻറ്റർ ആക്കുകയും ചെയ്യുന്ന ഫീച്ചറാണ് മെർജ് ആൻഡ് സെൻറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഫീച്ചർ മേക്സ് ഓൾ കണ്ടന്റ് വിസിബിൾ വിത്തിൻ എ സെൽ ബൈ ഡിസ്പ്ലേയിങ് ഇറ്റ് ഓൺ മൾട്ടിപ്പിൾ ലൈൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, merge. ഓപ്ഷൻ ബി, സെൻറ്റർ. ഓപ്ഷൻ സി, merge and center. ഓപ്ഷൻ ഡി, റാപ്പ് ടെക്സ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി, റാപ്പ് ടെക്സ്റ്റ് ആണ്. അതായത് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഫീച്ചർ നമ്മളിപ്പോൾ ഒരു സെല്ലിൽ കുറേയധികം ഡാറ്റാസ് ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൊത്തം കണ്ടന്റും ആ ഒരു സെല്ലിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അത് ഒറ്റ ലൈനായിട്ട് കുറച്ച് പാർട്ട് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്ത എത്ര കണ്ടന്റ് ഉണ്ടോ ആ ഒരു കണ്ടന്റ് മൊത്തം മൾട്ടിപ്പിൾ ലൈൻസിലായിട്ട് ആ ഒരു സെല്ലിൽ തന്നെ എല്ലാ ഡാറ്റയും, നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത എല്ലാ ഡാറ്റയും ഡിസ്പ്ലേ ചെയ്യും, വിസിബിൾ ആക്കും. അതിനെയാണ് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ഡാഷ് ഇൻ എക്സൽ 2007 വി ഹാവ് ദ ഓപ്ഷൻ ടു ചേഞ്ച് ആക്ച്വൽ ഫോർമാറ്റിംഗ് ഫോർ അവർ ഡാറ്റ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, നമ്പർ ഗ്രൂപ്പ്. ഓപ്ഷൻ സി, ഫോണ്ട് ഗ്രൂപ്പ്. ഓപ്ഷൻ ഡി, അലൈൻമെൻറ്റ് ഗ്രൂപ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, നമ്പർ ഗ്രൂപ്പ് ആണ്. അതായത് നമ്പർ ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റേൻ്റെ ആക്ച്വൽ ഫോർമാറ്റിംഗ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. Next question, conditional formatting cell styles and format as table. Options available in options: option A, styles group. Option B, number group. Option C, font group. Option D, alignment group. Answer option A ആണ്, styles group ആണ്. അതായത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, സെൽ സ്റ്റൈൽസ്, ഫോർമാറ്റ് ആസ് ടേബിൾ, ഇത്രയും ഓപ്ഷൻസ് സ്റ്റൈൽസ് ഗ്രൂപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ഇൻസേർട്ട് സെൽസ്, റോസ് ആൻഡ് കോളംസ് ബൈ യൂസിങ് ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ഹോം ടാബ് സെൽസ് ഗ്രൂപ്പ്. ഓപ്ഷൻ ബി, ഇൻസേർട്ട് ടാബ്. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് നമുക്ക് ഒരു വർക്ക്ഷീറ്റിലേക്ക് സെൽസ്, റോസ്, കോളംസ് ഇവയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ മെത്തേഡ് എന്നാണ്. അപ്പോൾ ഇതിൽ ഹോം ടാബിലെ സെൽസ് ഗ്രൂപ്പിൽ നമുക്ക് ആ ഒരു സെൽസ് ഗ്രൂപ്പിൽ നമുക്ക് സെൽസ് ഇൻസേർട്ട് ചെയ്യാം, റോസ് ഇൻസേർട്ട് ചെയ്യാം, കോളംസും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇൻസേർട്ട് ടാബ് ഉപയോഗിച്ചിട്ടും ഈ ഒരു സെൽസും റോസും കോളംസും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫോൾട്ട് ഫോണ്ട് ഇൻ MS Excel 2007 is dash. Options: option A, Times New Roman. Option B, Calibri. Option C, Cambria. Option D, Arial. On answer option B ആണ്, കാലിബ്രി ആണ്. അതായത് MS Excel 2007 ഡിഫോൾട്ട് ഫോണ്ട് ആണ് കാലിബ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഇൻ MS Excel 2007 ഈസ് ഡാഷ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 8. ഓപ്ഷൻ ബി 11. ഓപ്ഷൻ സി 12. ഓപ്ഷൻ ഡി 14. ആൻസർ ഓപ്ഷൻ ബി ആണ്, 11 ആണ്. അതായത് MS Excel 2007 ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ആണ് 11 ആണ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് അനദർ വേ ഓഫ് ഇൻക്രീസിംഗ് ദ ഫോണ്ട് സൈസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ, ഡിക്രീസ് ഫോണ്ട് സൈസ്. ഓപ്ഷൻ ബി, ഇൻക്രീസ് ഫോണ്ട് സൈസ്. ഓപ്ഷൻ സി, ടെക്സ്റ്റ് റാപ്പ്.
ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ബി ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണ്. അതായത് ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ള ആ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനദർ മെത്തേഡാണ്. അല്ലെങ്കിൽ ഫോണ്ട് സൈസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ഷോർട്ട് കട്ട് ഫോർ ഡിക്രീസിങ് ദ ഫോണ്ട് സൈസ്. ഓപ്ഷൻസ് ഓപ്ഷൻ എ ഡിക്രീസ് ഫോണ്ട് സൈസ്, ഓപ്ഷൻ ബി ഇൻക്രീസ് ഫോണ്ട് സൈസ്, ഓപ്ഷൻ സി ടെക്സ്റ്റ് റാപ്പ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിക്രീസ് ഫോണ്ട് സൈസ് ആണ്. അതായത് ഡിക്രീസിങ് ഒരു ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ് ഡിക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു coloring the background of the selected cell. Options option A font color, option B fill color, option C font dialog box launcher, option D none of these. Answer option B ആണ്, fill color ആണ്. അതായത് fill color എന്നുള്ള ഓപ്ഷൻ ആണ്, കമാൻഡ് ആണ് നമ്മുടെ സെലക്റ്റഡ് സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ fill color. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് യൂസ് ദിസ് tool to change the text color. Options option A font color, option B fill color, option C font dialog box launcher, option D none of these. Answer option A ആണ്, font color ആണ്. അതായത് ഫോണ്ട് കളർ എന്നുള്ള ആ ഒരു ടൂളാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫിൽ കളർ എന്ന് പറഞ്ഞാൽ ആ ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫോണ്ട് കളർ ആ ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിൻ്റെ ഫോണ്ടിൻ്റെ കളറാണ് മാറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ dash is the default alignment in Excel 2007. Options option A top align, option B middle align, option C bottom align, option D none of these. Answer option C ആണ്, bottom align ആണ്. അതായത് ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എക്സൽ 2007 ഡിഫോൾട്ട് അലൈൻമെൻ്റ് ആണ് ബോട്ടം അലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് കമാൻഡ് ഡിക്രീസസ് ദ മാർജിൻ ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് ദ ടെക്സ്റ്റ് ഇൻ ദ സെൽ. Options option A decrease indent, option B increase indent, option C none of these. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻക്രീസ് ഇൻഡൻ്റ് ആണ്. അത് ഡിക്രീസ് ഇൻഡൻ്റ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു സെല്ലിലെ ടെക്സ്റ്റിൻ്റെയും അതുപോലെ തന്നെ സെൽ ബോർഡറിൻ്റെയും മാർജിന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് കമാൻഡ് ഇൻക്രീസസ് ദ മാർജിൻ ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് ദ ടെക്സ്റ്റ് ഇൻ ദ സെൽ. ഓപ്ഷൻസ് ഓപ്ഷൻ എ ഡിക്രീസ് ഇൻഡന്റ്, ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻഡന്റ്, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസ് ഇൻഡൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻക്രീസ് ഇൻഡൻ്റ് കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സെല്ലിലെ ടെക്സ്റ്റിൻ്റെയും സെൽ ബോർഡറിൻ്റെയും തമ്മിലുള്ള മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്രീസ് ഇൻഡൻ്റ് ഉപയോഗിക്കുന്നത്. ഡിക്രീസ് ഇൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെല്ലിലെ ടെക്സ്റ്റിൻ്റെയും അതുപോലെ തന്നെ സെൽ ബോർഡറിൻ്റെയും തമ്മിലുള്ള മാർജിൻ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്രീസ് ഇൻഡൻ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ use this command to rotate selected text to a diagonal or vertical angle orientation. Options option A orientation, option B merge and center, option C wrap text. Answer option A ആണ്, orientation ആണ്. അതായത് orientation എന്നുള്ള ആ ഒരു കമാൻഡാണ് ഒരു സെലക്റ്റഡ് ടെക്സ്റ്റിനെ ഡയഗണലി അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിളിൽ ഓറിയൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് കീ യൂസ് ടു അപ്ലൈ ദ percentage format to the selected cells is dash. Options option A control plus alt plus percentage symbol, option B control plus shift plus percentage symbol, option C control plus percentage symbol, option D alt plus percentage symbol. Answer option B ആണ്, control plus shift plus percentage symbol ആണ്. അതായത് ഈ ഒരു പെർസെൻറ്റേജ് ഫോർമാറ്റ് ഒരു സെലക്റ്റഡ് സെല്ലിന് പെർസെൻറ്റേജ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് percentage symbol. Next question dash displays the contents of the cell with a 1000 separator. Options option A percent style, option B comma style, option C fraction style, option D scientific style. Answer option B ആണ്, comma style ആണ്. അതായത് comma style ആണ് ഒരു സെല്ലിലെ കണ്ടൻസിനെ 1000 സെപ്പറേറ്റർ ആയിട്ട് കാണിക്കുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്റ്റൈൽ, comma style ആണ്. Next question dash is used to show more precise values by showing more decimal places. Options option A increase decimal, option B decrease decimal, option C none of these. Answer option A ആണ്, increase decimal ആണ്. അപ്പോൾ ഈ increase decimal എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ സെല്ലിലെ വാല്യൂസിൻ്റെ ഡെസിമൽ പ്ലേസസ് കൂടുതൽ പ്രിസൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻക്രീസ് ഡെസിമൽ ഉപയോഗിക്കുന്നത്.
അതായത് ഒരു ഇൻക്രീസ് ഡെസിമൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെസിമൽ പോയിൻറ്റ്സ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ പ്രിസൈസ് ആയിട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ് ടു ഷോ ലെസ് പ്രിസൈസ് വാല്യൂസ് ബൈ ഷോയിങ് ഫ്യൂവർ ഡെസിമൽ പ്ലേസസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇൻക്രീസ് ഡെസിമൽ, ഓപ്ഷൻ ബി ഡിക്രീസ് ഡെസിമൽ, ഓപ്ഷൻ സി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിക്രീസ് ഡെസിമൽ ആണ്. അതായത് ഡിക്രീസ് ഡെസിമൽ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഡെസിമൽ പ്ലേസസ് കുറച്ചിട്ട് ലെസ് പ്രിസൈസ് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 25 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.